സത്യോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ. ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1199 ആണ്ട്, മീനമാസം 15-ാം തീയതി, 2024 മാർച്ച് മാസം 28-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിലേക്ക് കടക്കാം. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KS ഹംസയും UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദാനിയും തമ്മിലാണല്ലോ മത്സരം. ഇതിൽ ആര് ജയിക്കും? ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. കേരം തിങ്ങും കേരള നാടായ നമ്മുടെ സംസ്ഥാനം. പരശുരാമൻ അങ്ങ് വടക്ക് ഗോവർണകത്തു നിന്നും എറിഞ്ഞ മഴു കന്യാകുമാരിയിൽ കടലിൽ വന്ന് പതിച്ച് കടൽ വഴിമാറി കന്യാകുമാരി മുതൽ ഗോവർണകം വരെ കര ഉയർന്നു വന്ന കേരള സംസ്ഥാനം രൂപപ്പെട്ടു എന്നാണല്ലോ കേരളത്തിൻ്റെ ഐതിഹ്യം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് 1956 നവംബർ മാസം 1-ാം തീയതി രൂപീകൃതമായ നമ്മുടെ കേരള സംസ്ഥാനം വ്യാവസായിക മേഖലയിലും കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ വലിയ ഉയർച്ച നേടിയ സംസ്ഥാനം. സാക്ഷരതയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം. വിദേശ നാണ്യ ശേഖരത്തെ ആശ്രയിച്ച് വിദേശ നാണ്യത്തിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ 543 പാർലമെന്റ് മണ്ഡലത്തിലും ഇലക്ഷൻ ഇങ്ങ് കയ്യെത്തും ദൂരത്ത് എത്തിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. കേരളത്തിൽ 20 പാർലമെന്റ് സീറ്റാണുള്ളത്. ഇന്ത്യ ഒട്ടാകെ ഇന്ത്യയിലെ ജനങ്ങൾ ഇലക്ഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് മുന്നണി കേന്ദ്രം ഭരിക്കും, LDFന് എത്ര സീറ്റുകൾ കേരളത്തിൽ ലഭ്യമാകും, NDA മുന്നണിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സീറ്റ് ലഭിക്കും, കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിൽ എത്ര സീറ്റ് ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നിന്നും ആര് ജയിക്കും? LDF സ്ഥാനാർത്ഥി ജയിക്കുമോ, UDF സ്ഥാനാർത്ഥി ജയിക്കുമോ എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ളത് ആരാണ് എന്ന് നമുക്ക് ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു നോക്കാം. അവിടെ LDF സ്ഥാനാർത്ഥി ഹംസയും UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദാനിയും തമ്മിലാണ് ശക്തമായ ഏറ്റുമുട്ടൽ, ശക്തമായ മത്സരം നടക്കുന്നത്. ജ്യോതിഷപരമായി ചിന്തിച്ചതിൽ അബ്ദുൾ സമദാനി UDF സ്ഥാനാർത്ഥി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കുന്നതായിട്ട് ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു. പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, പോരാടുന്നവർ, അശരണരും നിരാലംബരും അടിച്ചമർത്തപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കി കൊടുക്കുന്നവർ, അത്തരത്തിലുള്ള വ്യക്തികളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കുവാൻ എല്ലാ ജനങ്ങളും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം, കണ്ടുമുട്ടാം. ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്തേ.